केरला भाई इतनी दूर से ആയിത്തി അപ്പോ ആദർശേ സച്ചോ എന്താടാ വീട്ടിലിരുന്നിട്ട് ഇത് നോക്കടാ ആജോ Guys, we start our first trekking for Sangri. Yeah, guys, Sangri. What? കേദാർഗാന്ധാണോ കണസ്രാങ്ക് പ്രയാഗ് ഇതാരാ അച്ചു അച്ചു ഇതൊക്കെ വലിയ ടീമാണ്. അതെ ഇനി വലിയ ടീമാകാൻ പോവാണ്. ആ മോള് ഫുള്ള് മഞ്ഞ കാണൂല വിട്ടു എന്ന് പറയാം. ഇതാണ് ആശ. എന്തൊക്കെ എടുക്കേണ്ടി അറിയില്ല. സുഡു ഓക്കെ ഇതൊക്കെ ആരാ പ്രയാഗ്. ഇത് സെറ്റാക്കി നേരത്തെ ഞാൻ കളിച്ചിട്ട് പുറത്തേക്ക് വന്നു. രണ്ടാമത്തെ ഏരോമാർക്ക് വരുമ്പോൾ. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നാണ് ഞങ്ങൾ ട്രെക്കിങ് തുടങ്ങാൻ പോകുന്നത് അല്ലേ. കുത്തനുള്ള കേട്ടാ ഗൈസ് എന്തോ ഇങ്ങനെ കുലുക്കുണ്ടല്ലോ. ഈ അച്ഛൻ എനിക്ക് കുലുക്കള് സ്റ്റിക്കാണ് തന്നെ. പണിക്ക് വേണം പാട്ടിനെ ഇവനൊക്കെ ഒറ്റയ്ക്ക് കിട്ടിയണ്ടല്ലോ. സാധനം വേണ്ടില്ലേ. അപ്പൊ അതെല്ലാരും അടിപൊളി ഗൈസ്, എല്ലാരും ട്രൈ ചെയ്യണം. ഫസ്റ്റത്തെ ഒരു 500 മീറ്റർ ആയിട്ടുള്ളൂ ഫസ്റ്റ് ട്രൈ. വലിയ കുഴപ്പമൊന്നുമില്ല. ജാക്കറ്റിനൊന്നും ആവശ്യപ്പെടില്ല. സീനൊന്നുമില്ല. അടുത്ത പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നില്ല. ആരെയാണ് കാത്തിക്കണേ? ശങ്കർ ഭായിനെ കാണാനില്ല. ശങ്കർ ഭായി വരുമായിരിക്കും. കണ്ണസ്രാങ്ക് പാക്ക് വേണോ? കണ്ണസ്രാങ്ക് ആകെ കുഴങ്ങിണ്ട്. കണ്ണസ്രാങ്കിന്റെ 2000 രൂപയുടെ 2000 കണ്ണട കരയുന്ന കണ്ണട മതി കണ്ണിന് വരുന്നുണ്ട്. അജുടെ നമ്മുടെ അജു വന്നിട്ടില്ല. അവിടെ മെയിൻ ആയിട്ട് അജു വന്നിട്ടില്ല. അടിപൊളിയാണ്. ബാക്കി നമുക്ക് വരുന്ന വഴി കാണാം. ആ പറഞ്ഞോ. കുറച്ച് അടുത്തേക്ക് പോവാ. അല്ലെ മൈക്കില്ലല്ലോ. മൈക്കില്ല. ടോട്ടൽ 25,000 അടി ഉണ്ട് വരണേക്ക്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് റിസ്കി ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്ററിന് മേലെ പോകുമ്പോൾ നടന്നു കയറി. ഇനി നമുക്കൊരു 2.5 കിലോമീറ്ററും കൂടെ ആണ് ട്രെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആരും ഒറ്റയടിക്ക് ഓടിക്കയറാമെന്ന് വിചാരിക്കേണ്ട. വളരെ റെസ്റ്റ് എടുത്ത്, എപ്പോൾ ടയർഡാണെന്ന് തോന്നുകയാണെങ്കിലും 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ബ്രീത്തൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പോയാൽ മതി. ടീമൊക്കെ ആയിട്ട് ഓക്കെ അല്ല, ബുദ്ധിമുട്ടുകളൊന്നും എല്ലാവരും ഉണ്ടെങ്കിൽ കോച്ചുമായിട്ട് സംസാരിക്കണം. കേരള भाई इतनी दूर से सिंपल छोटा सामने मुश्किल नहीं, किधर भी जाएगा.
കണ്ണസ്രാങ്ക് ചത്തിട്ടുണ്ട് ഗൈസ്. കണ്ണസ്രാങ്ക് ചത്ത്. അച്ചാണ് ഈ നാട്ടിൽ ഈ കൂടുതൽ മെയിൻ ട്രക്കർ അച്ചു. മെയിൻ ട്രക്കർ അച്ചു. Try hard. ഇതാ നമ്മുടെ സുഡു ആദ്യമായിട്ട് മഞ്ഞ് കണ്ടിട്ടുണ്ട്. സുഡു മഞ്ഞ് ദിവസം എന്താ പറയാ? നല്ല കേട്ടെന്ന് പറഞ്ഞ അടിപൊളി, ഒരു പ്രശ്നമില്ല. എല്ലാരും പാഞ്ഞു, എളുപ്പാന്ന് പറ. എല്ലാരും പാഞ്ഞു പോയി. ആദിത്യ അപ്പു വീട്ടിലിരുന്ന പോലെ കണ്ണസ്രാങ്ക് പടം പടം. കേരള ബോർഡർ കണ്ട അപ്പോ വെള്ളാവും. കണ്ണൻ രാവൻ ടീ, അതാണ് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം. അച്ചുട്ടാ പറയൂ, എങ്ങനെയുണ്ട് എന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് തണുപ്പില്? പറഞ്ഞോ. പുളിയാണോ? പുളിയാണേ. ഷബീറ പറയ്. ഓ അച്ചു ഓൺ ഫയർ. ഗൈസ് നിങ്ങൾ ഐസ് കണ്ടിട്ടുണ്ടോ? നാടൻ ഐസ് ഗൈസ്. മഞ്ഞെന്ന് പറഞ്ഞാൽ അടിപൊളി മഞ്ഞാണ് ഗൈസ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ കണ്ണൻകുട്ടിയല്ലേ, മറ്റേ 360 ഒക്കെ ആയിട്ടാണ് ഗൈസ് ഇറങ്ങിയിരിക്കണം. അമ്മച്ചേളെ കണ്ണനെ കാണുന്നില്ല കണ്ണാ. പിന്നെ മഞ്ഞുമല അപ്പുറത്ത് ഒരുപാടുണ്ട്. എല്ലാവരും ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. സോ ദിസ് ഈസ് വെരി ഹൊറിബിൾ. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ, ഇനി 2 സ്റ്റേജ് ഇനിയും കയറാനുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ട്രക്കിങ്ങിൻ്റെ 2ാമത്തെ ദിവസമാണ്. അത് അച്ചു ഞാനും അതാ ഞങ്ങളുടെ തീ പിടിപ്പിക്കാം. എന്താ സർവൈവിങ്. ഇതാ കാണുന്നതാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. സോറി നമ്മുടെ ടെൻറ്റ് സ്റ്റേ അവിടെയുള്ളത്. ചെക്കന്മാരെല്ലാം അവിടെ കിടന്നുറങ്ങാണ്. മൈനസ് എത്ര ഡിഗ്രിയാ? 10 ഡിഗ്രി. 10 ഡിഗ്രി റേഞ്ചിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ചെക്കൻ തീ എത്തിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദുദാക്ക തലാബ് എന്ന ഫ്രോസൺ ലേക്കിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്. കിട്ടില്ല എല്ലാരും എക്സ്പീരിയൻസും. ഷബീർ ഒന്ന് ചോദിച്ചോക്ക്. അണ്ണനെ ചൂണ്ടെടുക്കണ വീഡിയോ എടുക്കുന്നത് ആ പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടാവടാ. കുഴപ്പമില്ല, അച്യുത അവിടെ ചൂണ്ടെടുത്തുണ്ട് ഗൈസ്. ഇല്ല കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ചൂടാക്കാ തലാബിൽ എത്തിയിരിക്കുന്നു. നമ്മൾ അച്ചു നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഫിഷ് ഫ്രൈക്കുള്ള മീനെ ചൂണ്ടയിട്ട് പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് കാണുന്നത്. വരാലൊരു കടുങ്ങാനാണ് ഒരു ടാർഗറ്റ്. എന്താ കൊത്തുന്നുണ്ടോ? തടയുണ്ട്. പിന്നെ അന്ന് ഫ്രൈ അല്ലേ? എനിക്ക് അന്റെ ഫ്രണ്ട്സോട് ഇവിടെ എന്താ പറയാനുള്ളത്? മീൻ പൊടിച്ചാണ് മക്കളെ, മീൻ പൊടിച്ച് ഐസിലെ മീൻ പൊടിച്ച്. എന്താ ഇതില് മീനാണ് മീൻ.
ഇത് ഫുള്ള് മീനാണ്. പ്രധാന മുക്കുവനാണ്. ഇതിപ്പോ ഫുള്ള് ഐസായിരിക്കുകയാണ് കണ്ടാ. ഫുള്ള് പ്രധാന മുക്കുവനായ അച്ചൂട്ടനാണ് നമ്മുടെ സ്വന്തം അച്ഛനുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും. അച്ചൂട്ടൻ ചൂണ്ട കൊണ്ടുവന്ന് അച്ചൂട്ടന് മീൻ പിടിക്കാൻ പറ്റില്ല. അപ്പൊ ആ സങ്കടത്തെയാണ് ചെക്കപ്പ് നിൽക്കുന്നത്. ഇതാ പ്രയാഗ് എന്തോ കിളിമാരി നടക്കുന്നുണ്ട്. അവിടെ കുറച്ചാൾമാർ കീഞ്ഞ് കളിക്കുന്നുണ്ട്. ഒരുപാട് ട്രൂപ്പുണ്ട് അവിടെ. നമുക്ക് ഒരിടത്ത് പോയേക്കാം. നല്ല ബ്ലൂ സ്കൈ ആണ് കേട്ടോ. അവിടെ ഐസ് പൊട്ടിയുണ്ട്. പ്രയാഗ പ്രത്യേകം കാണിക്കാൻ പറയുന്നത്. ചെക്കൻ വീഴാൻ പോയതാണ്, രക്ഷപ്പെട്ടതാണ്. എങ്ങനെയോ പ്രയാഗ് ഈ കണ്ടില്ലയോ? നല്ല ബ്ലൂ സ്കൈ ആണ്. വാട്ടർ ആയിട്ടുണ്ട്. ഇതൊക്കെ വെള്ളമായിട്ടുണ്ട്. ഇളകിട്ടാ ചുട്ടാ. എന്താ കണസ്രാങ്ക് റെസ്റ്റാണ്. കണ്ണസ്രാങ്ക് ക്ഷീണിച്ചിട്ടുണ്ട്. എന്താ ഉണ്ടായോ? താങ്ക് യു. ലെമൺ കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലേ? അത് ജസ്റ്റ് ഓൾട്ടാ മതി, കടിച്ച് ഓൾട്ടാ മതി. അത് മറ്റേ ഇട്ടില്ലേ? ബാഗ് ഇതാക്കി ലോക്കാക്കിയില്ലേ? ലോക്കാക്കിയില്ല. അപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ് അതൊക്കെ ഞങ്ങള് ചായ കുടിച്ച് നല്ല എന്തിന്റെ പൊക്കോട് എന്നടാ പൊട്ടറ്റോ പൊക്കോട. ഓ അടിപൊളി സാർ. ഉയരം കൂടുന്തോറും ചായക്കും പൊട്ടറ്റോന്റെ സ്വാദ് വളരെ അധികം ഹൈ ആണ്. ലാലേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കുറച്ച് ക്രിസ്പി ആയിരുന്നു. അതോ അത് അച്ഛനെ വേറെ സംഭവം കണ്ടിട്ട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പ്രായം എന്താ പറയല്ലേ? എന്ത് പറയാം, അച്ചു അതാ മെയിൻ. പാറക്കുളം മാത്രല്ല കുളം, ഞങ്ങള് കണ്ടോ ഒരു കുളം അവിടെ കണ്ടിട്ടോ പൊട്ടന്മാരെ. ആനന്ദ് സനേട്ടാ നിതിനേട്ടാ ആനന്ദ് സി വി സനു സി വി അവർ കേൾക്കുവാൻ വേണ്ടിട്ട് കട്ട് ചെയ്യുന്നില്ല. സി വി ആക്കണ്ട. ഓ സാഹചര്യത്തിന്റെ ഇത് പോലും അജുതാ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അജുവിനെ ഞങ്ങൾ സി വി ആക്കില്ല. പക്ഷെ സനു സി വി, ആനന്ദ് സി വി, ജിനാസിന് ചെറിയൊരു സി വി ആണ്. കണ്ടോളടാ മഞ്ഞ് കണ്ടോളി. പക്ഷെ ആനന്ദ് സി വി വരാൻ ഞാൻ ഇവിടുന്ന് ഹെലികോപ്റ്റർ വെച്ച് പോകേണ്ടത്. ആനന്ദ നീലിമല ഒന്നല്ല മോനെ ഇത് വന്നിട്ടുണ്ടെങ്കിലേ ആനന്ദ ഷെഡ് കീറി. ഇതാ അച്ചൂട്ടന്റെ ഫേവറേറ്റ് സ്പോട്ട് ഇതാണ്. അതിന്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കണം. അച്ചൂട്ട ഈ കാണിച്ചു കൊടുക്ക് ഒരു ഹോം ടൂർ.
രാത്രി ഞാൻ ടോർച്ച് അടിച്ചതൊക്കെ ഓർമ്മയുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് മഞ്ഞാണ്. ഞങ്ങൾ ഇനി ഇവിടെ മഞ്ഞിൽ കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്. ഞങ്ങൾ വൈകുന്നേരം ആട്ടും സൂപ്പൊക്കെ ഉണ്ട് കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ. അപ്പൊ അത് അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഇനി ആട്ടും സൂപ്പ് ഉണ്ട്. ഞങ്ങള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ ഇന്നേ വരെ ആരും ചെയ്യാത്തൊരു സാധനം ഉണ്ട്. അമൃതം പൊടി കൂട്ടിയിട്ടുള്ള ഒരു പിടി. ആശാനുണ്ട്. ആശാൻ എന്ന് വെച്ചാൽ എല്ലാരും കെയറിംഗ് ആണ് മച്ചാന്റെ മെയിൻ സംഭവം. പക്ഷെ കെയർ ചെയ്ത് ലാസ്റ്റ് കഴുതപ്പുറത്തൊക്കെ എടുത്തിട്ട് തൂക്കിയെടുത്തിട്ടാ കൊണ്ടുവന്ന് കസരവാസോ ഉണ്ടല്ലോ. അതേപോലെ ചട്ടമ്പിന്നാളിൽ സലിംകുമാർ ലാസ്റ്റ് തുടക്കത്തിൽ അജീനോട് എന്താ ബോസെ കൊയങ്ങി നിക്കണ് കേറി വാ. അപ്പൊ ലാസ്റ്റ് നോക്കി ആരാ കൊയങ്ങാന്ന് ആ ഡയലോഗ് ഓർമ്മ വന്ന്. ഇനി അടുത്ത ഞങ്ങള് എവറസ്റ്റ് കയറാനാ പോണ്. എവറസ്റ്റ് അത് ഏകദേശം സുഡോ റേഷൻ കട പറഞ്ഞ് മണ്ണെണ്ണ മേടിക്കണോ? അച്ചു ബേസ് ക്യാമ്പ് പോകണ്ട്. അല്ല അവന്റെ പാസ്പോർട്ട് ഒന്നും റെഡി ആവല്ല. പാസ്പോർട്ട് റെഡി ആണ്. അല്ല ആകെ 50,000 മതി. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അവന്റെ അച്ഛൻ ചാമ്പ്യൻ. അവന്റെ അച്ഛൻ സിയാച്ചിനിലെ സ്നൈപ്പർ. ഇവന്റെ അച്ഛൻ സിയാച്ചിനിലെ സ്നൈപ്പർ ആയിരുന്നു അല്ലേ? ഇവ പക്ക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടീം. ഇതവിടെ മഞ്ഞില് ഇതാ ഫോട്ടോ എടുക്കുന്നത്. സുഡു ജിമ്മ് സുഡു അച്ചുട്ട മാത്രം പേടിച്ചിട്ട് മഞ്ഞ് ഇറങ്ങിയിട്ടില്ല. കാണാം മുകളിൽ ചന്ദ്രനൊക്കെ ഉണ്ട്. കാണും അറിയില്ല. ഞങ്ങളിതാ അത് മിന്നണം. ലൈറ്റ് മാറ്റി. എന്താ ഞങ്ങള് അപ്പം ലാസ്റ്റ് ദിവസത്തെ ട്രക്കിങ്ങിന് പോയി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം ഓൾമോസ്റ്റ് 3 മണിക്ക് സൺറൈസ് കാണാൻ പോവാണ്. ഓൾ സെറ്റ് വി ആർ -17. ഞാൻ ഉറങ്ങിയിട്ടില്ല. കേരള ക്യൂരിയോസിറ്റി ഉണ്ട്. ഓർക്കാൻ കിട്ടാത്തതുകൊണ്ട് ചെക്ക ഉറങ്ങിയിട്ടില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട്. ഓക്കെ, ആ 3 റൗണ്ട് അടിച്ചോന്ന് കാണിച്ചു. ഇത് അച്ചു കുറൂർ. ടീം കുറൂർ. ഒരു ഫുൾ സെറ്റ് കയറാനുള്ള പ്ലാനില്ല. ഞാൻ രാത്രി വന്ന് പൂട്ടണം വിചാരിച്ചു. മഞ്ഞത്ത് കിട്ടോ ഒന്ന് പിറന്നാളോ. അപ്പൊ നമുക്ക് ബാക്കി മുകളിൽ തിരികെ സുഡോ. നമുക്ക് ഓരോന്ന് വീഡിയോ എടുക്കാനില്ല. ജാതി കാച്ചാട്ട് കയറി ഗൈസ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കേദർകാന്ത സബ്മിറ്റിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി. ഐസായി ഗൈസ്. വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വഞ്ചർ ഇൻ മൈ ലൈഫ്. ഞങ്ങൾ എല്ലാരും ലൈഫില് ബാക്കി നമ്മൾ താഴെ നടക്കാം. കിടക്കട്ടെ. ലാസ്റ്റ് നമ്മൾ എടുത്തിരിക്കുകയാണ്. പ്രയാഗം വച്ചുകൂട്ടഞ്ഞ റെസ്റ്റാണ്. -20 ഡിഗ്രിയാണ് നിൽക്കുന്നത്. -20 ഡിഗ്രി. അച്ഛോ ചേ അന്റെ ആദിത്യൻ അപ്പു ചാമാരോടൊക്കെ എന്താ പറയാറുള്ളത്? ആദിത്യ അപ്പു ആദർശ സച്ചോ എന്താടാ വീട്ടിലിരുന്നിട്ട് ഇത് നോക്കടാ. കണ്ടാ ഹിമാലയ സൺ. ഇനി എന്ത് വേണം ലൈഫില്? സനു CV ആനന്ദ് CV വരാഞ്ഞായി. പാതിക്ക് ഞങ്ങൾ തിരിച്ചു പോലെ വിചാരിച്ചതാ. വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഹെലികോപ്റ്റർ കിട്ടൂല. പണ്ടെങ്കിൽ പോയി മനുഷ്യന്റെ. അയ്യോ നമ്മള് ചോര തുപ്പിന് കളർ മാറ്റം വന്നോ. ഞങ്ങളുടെ ആശാണ്ട്. ആശാനെ കാണാനില്ല.
ആശാൻ മിസ്സിംഗ് ആണ്. എന്നാലും പോണെങ്കിൽ തരണോ കേട്ടെ. അവിടെ ആശാൻ മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മള് ബാക്കി ഇവിടുത്തെ കാണിച്ചു കൊടുക്കാന്നില്ലല്ലോ. ഇത്ര കണ്ടാൽ മതി ആൾക്കാരൊക്കെ. എന്നിട്ട് നമുക്ക് താഴത്തിൽ കാണിച്ചു കൊടുക്കാം. പ്രയാഗ് ഫുൾ സെറ്റ്. ഇതാ ഇവിടെ ജീവന്റെ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. 4 സ്റ്റേഷൻ റേഞ്ച് തന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ. This is life. പക്കാ സ്ഥലത്ത് തന്നെയാട്ടോ പ്ലാൻ ചെയ്ത്. നമ്മള് പക്കാ സ്ഥലത്ത് തന്നെയാ പ്ലാൻ ചെയ്ത്. എന്താ സുരു പറഞ്ഞോ? ഇതങ്ങ ലാസ്റ്റ് ആശാനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാ ഞാൻ കാണാനില്ല. നിങ്ങൾ അതിനോട് പറഞ്ഞ അച്ചോട്ടിന്റെ നേരിൽ കാണുന്നില്ല. ബോധം പോയി. അപ്പൊ അടിപൊളിയായി. എല്ലാരും മുകളിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ആണെങ്കിലും അങ്ങനെ എത്തിയത് അച്ചു ഇതൊക്കെ കോഴിക്കോട് ബീച്ച് പോയ മാതിരി തിരിഞ്ഞടിക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കാണ്. അപ്പൊ ഞങ്ങളെ ബോധ പോകാറായിട്ടുണ്ട്. ബാക്കിയോ പിന്നെ കാണാം.